ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥകളെ പറ്റി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ അലീന താൻ കുളത്തൂർ പുഴ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ രേവതിക്കുട്ടിക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൾ ഓടി വന്ന് മാമച്ചനോടും ഗ്രേസമ്മോടും സ്റ്റാൻലി ജോസഫിനെ പറ്റിയെല്ലാം അവരോട് പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞു വരുന്നത് അലീനയുടെ പപ്പയെ പറ്റിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് അലീനയുടെ കോള് വരുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് എന്ന പേര് മറ്റാരോടും പറയരുതെന്ന് അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. കാരണം സ്റ്റാൻലി ജോസഫിനെ കടപ്പാട്ടൂരുള്ളവർക്കും കൊല്ലപ്പള്ളിയിലുള്ളവർക്കും അറിയാം. അപ്പൊ രേവതിക്കുട്ടി പറയുന്നുണ്ട് താൻ അങ്കിളിനോടും ആന്റിയോടും അതേപറ്റി പറഞ്ഞെന്ന്. അങ്കിൾ ആന്റി അറിയുന്നതിൽ കുഴപ്പമില്ലെന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ അലീന തന്നെ ഗ്രേസമ്മയോടും മാമച്ചനോടും താനിപ്പോൾ തന്റെ പപ്പയുടെ വീട്ടിലാണെന്നും തന്റെ പപ്പയുടെ പേരാണ് സ്റ്റാൻലി ജോസഫ് എന്നും പറയുന്നുണ്ട്. മാമച്ചൻ മിലിറ്ററിക്കാരനായതുകൊണ്ട് തന്നെ കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേട്ടിട്ടുണ്ടോയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ആ പേരെവിടെയോ കേട്ടു മറന്ന പോലെ മാമച്ചനും തോന്നുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മാമച്ചൻ ഗ്രേസമ്മോട് ചോദിക്കുന്നുണ്ട് ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന്. താൻ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കുളത്തൂർ പുഴയിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പട്ടികളുമായി കളിച്ച് നടക്കുകയാണ് അലീന. ഇടയ്ക്ക് അവർ മൊത്തം സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ബൈജുവിനും പൗലോസിനും അതിശയം തോന്നുന്നുണ്ട്. ഈ പട്ടികൾ ഇത്ര പെട്ടെന്ന് ആരുമായിട്ട് ഇണങ്ങാത്തതാണ്. അലീനയെ കണ്ടതും മുൻപരിചയമുള്ളതുപോലെയാണ് പട്ടികൾ പെരുമാറുന്നത്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൂർ വീടാണ് കേട്ടോ. അവിടെ പബിതയും കൃഷ്ണമോളും അലീന അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള സമയമല്ലേ, വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ബബിത പറയുന്നുണ്ട് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയമാവുന്നേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബാലേന്ദ്രൻ കണ്ടതും വൈജയന്തി അവിടെ നിന്ന് മാറുന്നുണ്ട്. നിങ്ങൾ എന്താ ഫോണിൽ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അലീന ചേച്ചി അയച്ച ഫോട്ടോസ് ആണെന്ന് ബബിത പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി ദേഷ്യം പിടിപ്പിക്കുന്നതിനായി അലീനയുടെ പേര് ബാലേന്ദ്രയുടെ കിഴക്ക് പറയുന്നുണ്ട്. വൈജയന്തിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവരതിനോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് വൈജയന്തി ഒന്നും കൂടി ദേഷ്യം പിടിപ്പിക്കുന്നതിനായി ബാലേന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട് നമുക്ക് അലീനെ ഫോൺ ചെയ്താലോ. അതും പറഞ്ഞ് ബാലേന്ദ്രൻ തന്നെ അലീനെ ഫോൺ വിളിക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളും ബാലേന്ദ്രനും എല്ലാം അലീനയോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അലീനയും തിരിച്ചവരോട് വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവരിടയ്ക്ക് കയറി ബബിതയും കൃഷ്ണമോളെയും നിങ്ങൾക്ക് പഠിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ച് ചീത്ത പറയുന്നുണ്ട്. ഞങ്ങൾ പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് ബബിതയും കൃഷ്ണമോളും അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട ബാലചന്ദ്രൻ വൈജയന്തിയോട് വന്ന് ചോദിക്കുന്നുണ്ട് നേരും നിറയുള്ള പിള്ളേരാ, വെറുതെ അവരോട് വഴക്കിന് പോകണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഫോണുമായി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം അലീന കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ലാന്ന് ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്. അതിനിടയിൽ സ്റ്റാൻലിയെ ഔതുകുട്ടിച്ചായൻ ഫോൺ വിളിക്കുന്നുണ്ട്. അലീനയെ കൂട്ടിക്കൊണ്ടുവന്ന വിവരം അറിഞ്ഞിട്ടാണ് ഔതുകുട്ടിച്ചായൻ സ്റ്റാൻലിയെ ഫോൺ വിളിക്കുന്നത്. തനിക്ക് ശരിയെന്ന് തോന്നിയത് താൻ ചെയ്തു എന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട്. ഇതിന്റെ വരുംവരായികളെ കുറിച്ച് നീ ഓർത്തോന്ന് ചോദിക്കുന്നുണ്ട് ഔതുകുട്ടിച്ചായൻ. എല്ലാം നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതെന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ